കൂട്ടുകാരെ ഇതേപോലത്തെ ഒരു കംപ്ലയിൻറ്റ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? ഇതൊരു RCCB ട്രിപ്പിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ വന്ന വഴിക്ക് തന്നെ RCCB ഓണാക്കി ഐസൊലേറ്റർ ഓഫ് ചെയ്തിട്ടാണ് ഓൺ ആക്കിയത് കേട്ടോ. അപ്പോൾ നമ്മൾ ഐസൊലേറ്റർ ഒന്ന് ഓൺ ആക്കുന്നു, അപ്പം തന്നെ RCCB ട്രിപ്പായി കേട്ടോ. ഇവിടെ ഞാൻ അതിന് മുന്നേ MCBകളൊക്കെ ഓഫായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഇവിടെ ന്യൂട്രലാണ് പ്രശ്നം എന്നുള്ളത് നമുക്കിതിൽ മനസ്സിലാക്കാൻ സാധിച്ചു കേട്ടോ. കാരണം ആ ഫേസൊക്കെ ഔട്ടൊക്കെ ഫേസൊക്കെ ഓഫാണ്. അതുപോലെ നമ്മൾ ഓരോ ഫേസ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി, 3 ഫേസും വരുന്നുണ്ടോ നോക്കി. പിന്നെ നോക്കുമ്പോഴാണ് ന്യൂട്രലിൽ കൂടെ സപ്ലൈ വരുന്നു. ന്യൂട്രലിൽ കൂടെ സപ്ലൈ വന്നു കഴിഞ്ഞാൽ എന്തായാലും RCCB നിൽക്കില്ല, ഓഫാവും. അപ്പോൾ ഇവിടെ മെയിൻ ലൈനാണ് കേട്ടോ, മീറ്റർ ബോക്സിൽ നിന്ന് വരുന്ന വയറാണ് കേട്ടോ ഈ ഐസൊലേറ്ററിൻ്റെ അടിയിൽ കൊടുത്തിരിക്കുന്നത്. ഈ 3 ഫേസ് കണക്ഷനാണ്. അപ്പോൾ ഇത് മനസ്സിലായത് എന്താ വെച്ചാൽ ന്യൂട്രൽ ലൂസാണ് എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി. അപ്പോൾ നമ്മൾ മീറ്റർ ബോർഡിൻ്റെ അടുത്തേക്ക് പോയിട്ട് മീറ്റർ ബോർഡൊന്ന് തുറന്നു നോക്കി. മീറ്റർ ബോർഡ് തുറന്ന് നോക്കി നമ്മൾ ടെസ്റ്റർ വെച്ചിട്ടാണ് നോക്കിയിട്ട് കൈ കൊണ്ടൊന്നും പിടിക്കാൻ നിന്നില്ല കേട്ടോ. ഇവിടെ ന്യൂട്രൽ വയർ മെയിനായിട്ട് ജോയിൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ജോയിൻറ്റും കാര്യങ്ങളൊന്നും പ്രശ്നമില്ല. ഈ മീറ്ററിൽ കാണിക്കുന്നുണ്ട് ന്യൂട്രൽ മീറ്ററിലേക്ക് കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ന്യൂട്രലാണ് കിട്ടാത്തുള്ള ഒരു പ്രശ്നം എന്നുള്ളത് മനസ്സിലായി. അതുകൊണ്ടാണ് RCCB ട്രിപ്പായിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ആ ന്യൂട്രൽ വയർ കേട്ടോ. അവിടെ ജോയിൻ്റാണ്. മീറ്ററൊന്നും അയക്കാൻ നമുക്ക് പാടില്ല. അപ്പോൾ സർവീസ് വയർ ലൂസായിരുന്നു കേട്ടോ. അപ്പോൾ അത് അയച്ചിട്ട് നമ്മൾ KSEBക്കാരെ വിളിച്ച് അത് അയച്ച് ശരിയാക്കിയപ്പോൾ സംഭവം ഒക്കെ ആയി. RCCB നിൽക്കുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ ആദ്യം വയറൊന്ന് അയച്ച് ചുറ്റുക കേട്ടോ. അപ്പോൾ റെഡിയാവും. ഓക്കെ, താങ്ക് യു.